മറന്നുപോയ ഒരു കാര്യം ഓർമ്മിക്കാനായി കായംകുളത്തെ ഒരു സംഭവം സഹായിച്ചു. കായംകുളത്ത് കുറേ അധികം ചെറുപ്പക്കാർ കൂടിയിട്ട് ഈ ഹമാസിൻ്റെ വേഷത്തിൽ എന്തോ കറുത്ത പാൻറ്റ്, ബൂട്ട്, കറുത്ത ഷർട്ട്, ബുള്ളറ്റ് പ്രൂഫ് ഏതാണ്ട് ഹെൽമെറ്റ്, അത് ഇതൊക്കെ ആയിട്ട് ഭീകരരൂപികളായിട്ട് കുറേ അധികം പേര് കായംകുളത്ത് മാർച്ച് നടത്തി. ഹമാസിൻ്റെ കൊടിയാണ് അവർ പിടിച്ചത്. അപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്, കുറേ കാലമായല്ലോ ഇവിടെ ഹമാസിൻ്റെയോ പാലസ്തീൻ ഐക്യദാർഢ്യം ഇതിൻ്റെ ഒന്നും വിളയാട്ടം കാണുന്നില്ല. ഇതെന്ത് പറ്റിയെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് കായംകുളത്ത് ഹമാസ് തലപൊക്കി. ഇവനെയൊക്കെ അപ്പം തന്നെ പിടിച്ച് അകത്താക്കേണ്ടതാണ് കേട്ടോ. പോലീസ് അന്വേഷിച്ച് വരുന്നു, വരട്ടെ, ഇതെങ്ങും എത്താൻ പോകുന്നില്ല. ഹമാസ് ഒരു ഭീകര സംഘടനയാണ്. ഔദ്യോഗികമായിട്ട് ഇന്ത്യ ഹമാസിനെ ഭീകര സംഘടനയായിട്ട് പ്രഖ്യാപിച്ചിട്ടൊന്നുമില്ല. കാരണം ഇന്ത്യയിൽ ഹമാസ് ഇല്ല. ഓരോ പലയിടത്തും കിടക്കുന്ന ഹമാസിനെ പിടിച്ച് നമ്മൾ പ്രഖ്യാപിക്കാൻ പോകുന്ന എന്തിനാ? അതുകൊണ്ട് ഇന്ത്യ അതിലൊന്നും മിണ്ടിയിട്ടില്ല. അതുകൊണ്ട് നിയമപരമായിട്ട് ഇവർക്ക് രക്ഷപ്പെടാനുള്ള പഴുതുണ്ടാവും എന്നൊക്കെയാണ്. പക്ഷേ പൊതുനിരത്തിൽ ഇങ്ങനെ ആളുകളിൽ ഭീതി ജനിപ്പിക്കും വിധം വേഷം കെട്ടി നടന്നു കഴിഞ്ഞാൽ പോലീസിൻ്റെ കയ്യിൽ വേറെ വകുപ്പുണ്ട്. കുറേ നാൾ ജയിലിൽ കിടക്കേണ്ടി വരും. അത് ഈ പിള്ളേരൊക്കെ അറിഞ്ഞിരിക്കുന്നത് കൊള്ളാം. കേരളം പിന്നെ ഇപ്പോൾ ഏത് തീവ്രവാദി, തെമ്മാടി, രാജ്യദ്രോഹി ആരാണെങ്കിലും കേരളത്തിൽ സ്വച്ഛന്തം വിഹരിക്കാം, ഒരു കുഴപ്പമില്ല. അപ്പോൾ അതുകൊണ്ട് കേരളത്തിൽ ഇത് നടക്കുന്നതിൽ എനിക്ക് പ്രത്യേകിച്ച് അത്ഭുതവുമില്ല. ഇപ്പോൾ ഈ പാലസ്തീൻ എന്ന് പറയുന്ന ഗസ, ആ ഗസയിലെ സ്ഥിതി എന്തായിപ്പോൾ? പാലസ്തീൻകാരുടെ മരണം 33,000 കവിഞ്ഞു. ഇസ്രായേലിൽ ഏകദേശം 12,500 പേരെങ്കിലും മരിച്ചിട്ടുണ്ട്, ആദ്യത്തെ ഭീകരാക്രമണവും പിന്നീടുള്ള യുദ്ധത്തിലുമൊക്കെ ആയിട്ട്. ഇപ്പോൾ അവിടെ കഞ്ഞി കൊടുക്കാൻ പോയ വേൾഡ് കെയർ കിച്ചൻ, അങ്ങനെ എന്തോ ഒരു അടുക്കളക്കാർ, അവർ ഈ അഭയാർത്ഥി ക്യാമ്പിൽ സഹായത്തിന് ഭക്ഷണവും കൊണ്ടുപോകുന്ന വഴിക്ക് അവർ 7 പേര് മരിച്ചു. ഇസ്രായേൽ പറഞ്ഞു, മരിച്ചു, ശരിയാണ്, ഞങ്ങളത് അന്വേഷിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ നിന്നു. ഇവരുടെ അൽ ഷിഫ ഹോസ്പിറ്റൽ, ഈ അൽ ഷിഫ എന്നുമല്ല, അത് വെറുതെ ഷിഫ ഹോസ്പിറ്റലാണ്. ഞാൻ അൽ ചേർക്കുന്നത് ഇവിടുത്തെ നമ്മുടെ മീഡിയ 1 ചാനലാണ്. അൽ ചേർത്തുനിന്ന് ബഹുമാനിക്കുന്നു എന്നാണ് അവരുടെ വിചാരം. അൽ ബഹുമാന വാക്കൊന്നുമല്ല. അൽ എന്ന് പറഞ്ഞാൽ ദ എന്നേ അർത്ഥമുള്ളൂ, THE, ദ ഹിന്ദു ഇല്ലേ, അത് അറബിക്കിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അൽ ഹിന്ദ് എന്ന് വരും. ഇതാണ് അല്ലിൻ്റെ പ്രാധാന്യം. പക്ഷേ കേരളത്തിൽ ജമായത്തെ ഇസ്ലാമി ചാനലിനും മറ്റ് മുസ്ലിങ്ങൾക്കുമെല്ലാം അൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ബഹുമാനസൂചകമായ വാക്കാണ്. ആയിക്കോട്ടെ, അതിന് വിരോധമൊന്നുമില്ല. ഏതായാലും ഷിഫ ഹോസ്പിറ്റൽ ഏകദേശം അടിച്ച് നിരപ്പാക്കി ഇസ്രായേൽ. ഒരു 400 പേരെയെങ്കിലും അവർ കൊന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ കൊല്ലാനാരും ബാക്കിയില്ല. അതുകൊണ്ട് ഇസ്രായേൽ അവിടെ നിന്ന് ഇറങ്ങി. എന്താ ചേട്ടാ പോരുന്നത്? അവിടെ ഇനിയിപ്പോൾ ആരുമില്ല, എല്ലാത്തിനെയും കാലിയാക്കി. ഇനി അതിനകത്ത് നിൽക്കുന്ന എന്തിനാന്ന് പറഞ്ഞിട്ടാണ് ഈ ചേട്ടൻ ഇറങ്ങിപ്പോരുന്നത്. അപ്പോൾ അടുത്ത വാർത്ത വരുന്നു, ഇസ്രായേൽ അൽ ഷിഫ ഹോസ്പിറ്റലിൽ നിന്ന് പിൻവാങ്ങി. ഞാനും ഇത് അന്വേഷിച്ചു, എന്താണ് പിൻവാങ്ങാൻ കാര്യം? പിൻവാങ്ങാൻ കാര്യം ഇത് തന്നെയാണ്, ശുദ്ധശൂന്യമാക്കി കഴിയും, പിന്നെ അവിടെ നിൽക്കേണ്ട കാര്യം എന്താ? ഈ രീതിയിൽ ഹമാസിനെ ശ്വാസം മുട്ടിക്കുകയാണ് ഇസ്രായേൽ. ഇപ്പോൾ ഗാസ അല്ലെങ്കിൽ ഹമാസ് ഇസ്രായേൽ പ്രശ്നം എന്താണ് എന്ന് പോലും നിങ്ങളിൽ പലരും മറന്നു കാണും. ഞാൻ പറയാം, ഏകദേശം വർഷം 1 പോകുന്നു. ഇപ്പോൾ ഹമാസ് ഇസ്രായേലിന് നേർക്ക് ഭീകരമായ ഒരു ആക്രമണം നടത്തിയ ഒരു ദിവസം ഒരു 10,200 പേര് മരിച്ചു. ആക്രമിച്ചത് അവരുടെ വലിയ പാട്ട് കൂത്തുകൾക്ക് നടക്കുന്ന സ്ഥലം വരെ നോക്കി ആക്രമിച്ചു. ഒരുപാട് പേര് മരിച്ചു. മരിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടെ വലിയ ആഘോഷം നടന്നു, നമ്മുടെ മീഡിയ 1 ചാനലടക്കം. കാരണം ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ്, അതാണ് അവരുടെ പട്ടാളം. അപ്പോൾ അവർക്ക് ഒരു ഡോമുണ്ട്. അവർ ഇസ്രായേലിന് പുറത്ത് ഒരു വലിയ കൊട പോലെ ആയുധങ്ങളിങ്ങനെ ഏത് സമയത്തും അവരെ അറ്റാക്ക് അമന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ തെറിപ്പിച്ച് കളയുന്ന ഒരു ഡോം. ആ ഡോം പൊളിച്ചിട്ട്, ഇലക്ട്രോണിക്കാണ് ഇതെല്ലാം, അല്ലാതെ നമുക്ക് തപ്പി നോക്കാവുന്ന ഡോമല്ല. അപ്പോൾ അത് പൊളിച്ച് അകത്ത് കയറി ഹമാസ് നിരത്തിയിടാമെന്ന് പറഞ്ഞുകൊണ്ട് കൂട്ടമായ ആഘോഷവും ചിരിയും ബഹളവും പരിപാടിയൊക്കെ നടന്നു. പിറ്റേ ദിവസം ഇസ്രായേൽ തിരിച്ചടിക്കാൻ തുടങ്ങി. ഒരാഴ്ചയെടുത്തു അവർ തിരിച്ചടിക്കാനായിട്ട് കേട്ടോ. അടി അങ്ങോട്ട് തുടങ്ങിയിട്ട് കണ്ണും മൂക്കുമില്ലാതെ ഇവന്മാരെല്ലാം കൂടെ എടുത്തോടി. നോർത്തേൺ ഗാസ ഇസ്രായേൽ ക്ലീനായിട്ട് പറഞ്ഞു, ഇനി
ഈ ഹമാസ് എന്ന് പറയുന്ന സാധനത്തിൻ്റെ പൊടി പോലും അവശേഷിക്കാതെയായിരിക്കും ഞങ്ങളുടെ ആക്രമണം. ദിസ് ഈസ് ഗോയിങ് ടു ബി എ ലോങ് വാർ എന്ന് നെതന്യാഹു പറഞ്ഞു. അപ്പോൾ ഇത് ഇത്രയും നീളമൊന്നും ഞാനും വിചാരിച്ചില്ല കേട്ടോ. ഇപ്പോൾ മാസം എത്രയായി, ഇപ്പോൾ വന്നത് വാർത്തയേ അല്ലാതെയായി. മലയാളത്തിൽ പത്രങ്ങളും ചാനലുകളും നിരന്തരം ആഘോഷിച്ചുകൊണ്ടിരുന്നതാണ് ഗാസയിൽ പട്ടിണി, മരണസംഖ്യ ഇത്രയായി. ഇപ്പോൾ എത്രയായെന്ന് ആർക്കെങ്കിലും അറിയാമോ? ഞാൻ നിങ്ങളോട് പറയാം. ഏകദേശം 33,000 പേരായി. 75,000 പേർക്കോളം പരിക്ക് പറ്റിയിട്ടുണ്ട്. ഇതൊക്കെ ഇസ്രായേലിനും സംഭവിക്കുന്നുണ്ട്. അവരുടെയും 12,500 പേരായി ഇപ്പോൾ മരണം. ഒരു യുദ്ധം എന്ന് പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മരിക്കുമല്ലോ. പക്ഷേ 33,000 എവിടെ കിടക്കുന്നു, 2,500 എവിടെ കിടക്കുന്നു? 33,000 ആളുകളെ കൊലയ്ക്ക് കൊടുത്തിട്ട് ഗാസ ഹമാസ് നിങ്ങളുടെ പാലസ്തീൻ എന്താണ് നേടിയത്? ഒന്നാമത് ഇതൊരു ഭീകര സംഘടനയാണ്. അപ്പോഴാണ് യുണൈറ്റഡ് നേഷൻസ്, നമ്മളുടെ ഗുട്ടറസ് ഒരു പ്രമേയമൊക്കെ ആയിട്ട് വന്നു. വെടി നിർത്തണം എന്നൊക്കെ പറഞ്ഞ് ഇസ്രായേൽ പറഞ്ഞു, പോടാ നീ ആരാ? എൻ്റെ വീട്ടിൽ കയറി അതിക്രമം കാണിച്ച ഭീകരനെ തല്ലിക്കൊല്ലാനായിട്ട് എനിക്ക് യുണൈറ്റഡ് നേഷൻസിൻ്റെ പ്രമേയമൊന്നും വേണ്ട. അമേരിക്ക പറഞ്ഞു ചെയ്യല്ലേ, അടിക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് അവർ പറഞ്ഞു ഞങ്ങളടിക്കും, ഞങ്ങൾ ഇവനെ തീർത്തിട്ടേ ഇനി വിശ്രമിക്കുകയുള്ളൂ. അപ്പം നെതന്യാഹുവിനെതിരെ ജാഥ നടന്നു. ശരിയാണ്, ഇസ്രായേൽ ഒരു ജനാധിപത്യ രാജ്യമാണ്. നെതന്യാഹുവിനെതിരെ ജാഥ നടത്തി. കാരണം ഈ ആക്രമണം തുടർന്നു കഴിഞ്ഞാൽ ഇവർ ബന്ദികളായിട്ട് പാലസ്തീൻകാർ ഹമാസ് പിടിച്ചുകൊണ്ട് പോയ സാധനമുണ്ടല്ലോ, ഇപ്പോഴും 36 ആൾക്കാർ അവരുടെ കസ്റ്റഡിയിലാണ്. പല രാജ്യങ്ങളിലെ ആൾക്കാരുണ്ട്, അവർ വിട്ടിട്ടില്ല. എന്തിനാണ് ഇവർ ഇസ്രായേലുമായിട്ടുള്ള ശത്രുതയ്ക്ക് ഫ്രാൻസിൽ നിന്നും ഇംഗ്ലണ്ടിൽ നിന്നും ഒക്കെയുള്ള ആളെ പിടിച്ചു വെച്ചിരിക്കുന്നത്? അപ്പോൾ അവരുടെ മുഷ്കാണ്. ഫ്രാൻസും ഇംഗ്ലണ്ടും ഒക്കെ ചേർന്നിട്ട് ഇസ്രായേലിനെ തകർക്കണം. അങ്ങനെയാണെങ്കിൽ അമേരിക്കയുടെ 2 എണ്ണത്തെ ഞങ്ങൾ വിട്ടുകൊടുക്കും. നടക്കുന്ന കാര്യമല്ലേ? അമേരിക്ക പറയും നീ ആ 2 എണ്ണത്തെ കൊണ്ടുപോയി ചുട്ട് തിന്നിടാന്ന്. അമേരിക്കയ്ക്ക് അത് പറയാൻ ധൈര്യമില്ല. ജപ്പാന് ധൈര്യമുണ്ടായിരുന്നു. ജപ്പാനിലെ ഒരു 4 പേരെ ബോക്കോ ഹറാമോ അങ്ങനെ എന്തോ ഒരു പണ്ടാരമുണ്ട് ആഫ്രിക്കയിൽ. ഇതുങ്ങളെ കൊണ്ട് കിടക്കപ്പോതില്ല. അപ്പോൾ അവരെ തന്നെ പിടിച്ചുകൊണ്ട് പോയി 4 പേരെ. എന്നിട്ട് അവർ പറഞ്ഞു 25 മില്യൺ അത് മോചനദ്രവ്യം കിട്ടിയാലേ ഞങ്ങൾ ഈ 4 പേരെ വിടുകയുള്ളൂ. നീ വിടണ്ടെന്ന് പറഞ്ഞു ജപ്പാൻ്റെ പ്രധാനമന്ത്രി. നീ വിടണ്ട, നീ കൊണ്ടുപോയി തിന്ന്. ഈ 4 പേരുടെയും വീട്ടിലേക്ക് പ്രധാനമന്ത്രി നേരിട്ട് ഫോൺ ചെയ്തു. ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഞാൻ അവരോട് കൊണ്ടുപോയി തിന്നാൻ പറഞ്ഞിട്ടുണ്ട്, 10 പൈസ കൊടുക്കാൻ എനിക്ക് ഉദ്ദേശമില്ല, നിങ്ങൾ എന്ത് പറയുന്നു? അവർ പറഞ്ഞു ഞങ്ങൾ പ്രധാനമന്ത്രിയുടെ കൂടെയാണ്, ഞങ്ങളുടെ അച്ഛനാണ്, അമ്മാവനാണ്, അനിയനാണ്, മകനാണ്, കാര്യമൊക്കെ ശരി. ഇത് ജപ്പാൻ്റെ അന്തസ്സിൻ്റെ പ്രശ്നമാണ്, 5 പൈസ കൊടുക്കരുത്, അവരെ എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ. ഇതുപോലെ തീവ്രവാദികളോട് പറഞ്ഞു 5 പൈസ തരില്ല, പോടാ. അപ്പോൾ നിങ്ങളുടെ ആളുകളെ ഞങ്ങൾ കൊല്ലും. നീ കൊല്ലടാ. ചേട്ടാ അത് അങ്ങനെയല്ല, ഞങ്ങളൊരു കാര്യം ചെയ്യാം, ഒരു $20 മില്യൺ നമുക്ക് സെറ്റിൽ ചെയ്യാം. 1 മില്യണും തരില്ല. 15 മില്യൺ തരില്ല. ചേട്ടാ 10 മില്യൺ തരില്ല എന്ന് പറഞ്ഞില്ലേ നിൻ്റെ അടുത്ത്? നീ കൊല്ലടാ അവരെ. ചേട്ടാ 5 മില്യണെങ്കിലും താ ചേട്ടാ, ഞങ്ങൾ ഇത്രയും ബുദ്ധിമുട്ടി 4 പേരെ പിടിച്ചുകൊണ്ട് വന്നതല്ലേ. കരച്ചിലായി നിലവിളി. അമേരിക്ക 5 പൈസ തരില്ല, നീ കൊല്ലേ. ഇവരെ കൊന്നിട്ട് എന്ത് കിട്ടും? ഇവരെ കൊന്നിട്ട് ഇവരെ വേറൊരു രാജ്യത്ത് കൊണ്ടുപോയി രഹസ്യമായിട്ട് ഒരു ബിൽഡിങ്ങിൽ താമസിപ്പിച്ചിരിക്കുക. ഇവരെ വെടിവെച്ച് കൊന്നു എന്ന് വെച്ചോ, നേരത്തോട് നേരം കഴിയുമ്പോൾ മണം അടിക്കാൻ തുടങ്ങില്ലേ ശവത്തിൻ്റെ. അവിടുത്തെ ആൾക്കാരൊക്കെ കൂടിയിട്ട് ഇവന്മാരെ പഞ്ഞിക്കിടും. അവസാനം ഇവർ കരഞ്ഞ് നിലവിളിച്ച് എന്തെങ്കിലും തന്നാൽ മതി ചേട്ടാ, ഞങ്ങൾ തുറന്നു വിടാം. ഒന്നും തരാൻ പോകുന്നില്ല എന്ന് ജപ്പാൻ. അവസാനം വെറുതെ തുറന്നു വിട്ടു. അങ്ങനെ ജപ്പാൻകാർ പോകുന്നു. ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ ലോകത്തുണ്ട് കേട്ടോ. നമ്മളെപ്പോലെ പേടിത്തൊണ്ടന്മാരൊന്നുമല്ല, ധൈര്യമായിട്ട് നീ അങ്ങ് കൊല്ലടാന്ന് പറയുന്നവർ. ഏതായാലും ഈ ബന്ദികളെ വെച്ചുള്ള കളിയിൽ ഹമാസിന് തോൽവിയാണ് ഇപ്പോൾ. ഹമാസ് ഇനിയെങ്കിലും ഈ കളി നിർത്തില്ല. കാരണം അന്താരാഷ്ട്ര സഹായം വന്ന് ചാടിക്കൊണ്ടിരിക്കുകയാണ്. ഹമാസിനെ സമയത്തോളം കാര്യം വളരെ എളുപ്പമാണ്. ഇവരുടെ നേതാക്കളൊക്കെ ഖത്തറിലായിരിക്കുന്നു സുഖമായിട്ട്. അവൻ്റെ തലയിലൊന്നും ബോംബുമില്ല, വെടിയില്ല, ഒന്നുമില്ല. അവൻ സമാധാനമായിട്ട് അടിച്ചു പൊളിച്ച് ജീവിക്കുന്നു, വെള്ളമൊക്കെ അടിച്ച് സന്തോഷമായിട്ട്. എന്നിട്ട് ഈ ഗാസയിൽ കിടക്കുന്നവന് പറയും കയറി അടിക്കട, ഇത് അല്ലാഹുവിൻ്റെ ദൗത്യമാണ്. ദൗത്യമാണെന്ന് പറഞ്ഞിട്ട് ഇവൻ തൂമ്പായും കയ്യിൽ കിട്ടിയ വടിയൊക്കെ ആയിട്ട് പോകും, വെടികൊണ്ട് ചാകും. ഇതാണ് സീൻ. ഇതിൻ്റെ കാശ് ഇവർക്ക് ഖത്തറിൽ കിട്ടുകയും ചെയ്യും. ഡോളർ കണക്കിന് സഹായമാണ് എല്ലാ രാജ്യങ്ങളിലും ദുരിതമനുഭവിക്കുന്നത്. പാലസ്തീനിൽ ദുരിതമനുഭവിക്കുന്നു. ഉടനെ കൊടുക്കും നിങ്ങൾ 100 രൂപ. ഒരു ഫോട്ടോയും ഉണ്ടാകും, ഒരു അമ്മയും കൊച്ചും ഒരു ഇടിഞ്ഞു പൊളിഞ്ഞ കെട്ടിടത്തിന് മുമ്പിൽ
ഗർഭിണിയായ കൊച്ചു കുട്ടികൾ എന്നൊക്കെ പറഞ്ഞിട്ട് കാശ്, അതിന് കാശ് കൊടുത്ത് ഈ കാശെല്ലാം കൂടെ ആ ഖത്തറിലിരിക്കുന്ന ആ ഹമാസിൻ്റെ മേത്തനടിച്ച് മാറ്റിയിട്ട് സന്തോഷമായിട്ട് ജീവിക്കുകയാണ്. ആൾക്കാർ എത്ര മരിച്ചു നോക്കി. ഈ തെമ്മാടിത്തരത്തിന് പിണറായി വിജയനടക്കം കൂട്ടാണ് ഇവിടെ. പാലസ്തീൻ ഐക്യദാർഢ്യം, ഒരൈക്യദാർഢ്യം തീരുന്നതിന് മുമ്പ് അടുത്ത ഐക്യദാർഢ്യം തുടങ്ങി. ഒരു മീറ്റിംഗ് പാലസ്തീൻ ഐക്യദാർഢ്യം നടക്കുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ. അപ്പോൾ കോൺഗ്രസ്സുകാർ വന്ന് സൈഡിൽ നിൽക്കുന്നു കൊടിയൊക്കെ ആയിട്ട്. താൻ എന്താണ് ഇവിടെ നിന്ന് ചോദിച്ചു കഴിയുമ്പോൾ ചേട്ടൻ്റെ മീറ്റിംഗ് കഴിഞ്ഞിട്ട് വേണം ഈ ഗ്രൗണ്ടിൽ എൻ്റെ ഐക്യദാർഢ്യം നടത്താൻ, എന്നാൽ പിന്നെ വേഗം നടത്തുന്നൊക്കെ പറഞ്ഞ് ഇങ്ങനത്തെ കോമാളിത്തരം കേരളത്തിലല്ലാതെ വേറെ വല്ലതും നടക്കുമോ? പാലസ്തീനിൽ പോലും ഇത് നടക്കുന്നില്ല. നല്ല കാര്യമായിപ്പോയി. പാലസ്തീന് കേരളം എന്ന് പറയുന്ന സ്ഥലം അറിയാമോ? ഇല്ല. നിങ്ങൾ ഈ ഹമാസിൻ്റെ നേതാവ് ഖത്തറിലിരിക്കുന്നവരോട് ചോദിക്കുക, കേരളം കേരളം ഇവിടെ വെടിവെക്കണം പിന്നെ എന്ന് പറയുന്ന ചരക്കുകളാണ് ഇതൊക്കെ. നമ്മളെയൊന്നും അവർക്കറിയില്ല. ഇവിടുത്തെ പാവം മുസ്ലിങ്ങളെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മുസ്ലിം ലീഗും ഒക്കെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കുന്നത് നിങ്ങളുടെയൊക്കെ അമ്മാച്ചൻ ഇവിടെ ഇരിക്കുന്നു പാലസ്തീനിൽ, അതുകൊണ്ട് ഇറങ്ങട റോട്ടിലെന്ന് പറഞ്ഞു എല്ലാവരും കൂടെ ഇറങ്ങി. അവസാനം 2-3 ജാഥക നടത്തി കഴിയുമ്പോൾ വിഷമിച്ചു, നിർത്തി കലാപരിപാടി. ഇപ്പോൾ എല്ലാവരും മറന്നെങ്കിലും നമുക്ക് പത്രികയ്ക്ക് ഇത് മറക്കാൻ പറ്റില്ലല്ലോ. പത്രികയ്ക്ക് വിഷയം ഇടാൻ പറ്റില്ല. കാരണം ഇതിൻ്റെ അവസാനം എന്താണ് എന്ന് പത്രികയും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും അന്ത്യം അടുത്തു എന്ന് തോന്നുന്നു. ഇനി ഒരു മാസം കൂടെയൊക്കെ പോകുള്ളൂ. അത്രയധികം ഈ ഗസ എന്ന് പറയുന്ന സ്ഥലം തകർന്ന് അടിഞ്ഞ് നാശഭൂഷമായി. ഇനിയിപ്പോൾ ഒന്നും ശേഷിക്കുന്നില്ല. കുറച്ച് മനുഷ്യർ ശേഷിക്കുന്നുണ്ട്. അവർ ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത് ആരുടെയെങ്കിലും ഷർട്ടിൻ തുമ്പിൽ പോലും വെടിമരുന്നിൻ്റെ ഒരു അംശം പോലും ഇല്ലാത്ത അവസ്ഥ എത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഈ യുദ്ധം നിർത്താം, അതുവരെ ഞങ്ങൾ യുദ്ധം തുടരുമെന്നാണ്. അവർ തുടരും എന്നാണ് എൻ്റെയും പ്രതീക്ഷ. താങ്ക് യു.